ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 36-ാം ദിവസം ദൈവവചനം സംസാരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോമ്പ് ആത്മീയമായ മഹോത്സവമാണ്. ആധ്യാത്മിക ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുവാൻ ഒരു വിശ്വാസി അനുഷ്ഠിക്കേണ്ട ഒന്നാണ്. നോമ്പിലെ ഓരോ ദിനവും ക്രിസ്തുവിലേക്ക് അടുക്കുവാനുള്ള ചവിട്ടുപടിയാണ്. നോമ്പിലൂടെ രൂപാന്തരമുണ്ടാവുകയും മാനസാന്തരത്തിലേക്കും ക്രിസ്തീയ വിശ്വാസത്തിലേക്കും നമ്മെ നയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. ക്രൂശിലേക്കുള്ള യാത്രയിൽ ബർത്തിമായി എന്ന കുരുടന് കാഴ്ച നൽകുന്നതിൽ കൂടി ശിഷ്യത്വത്തിൻ്റെ കർമ്മവും ധർമ്മവും എന്തെന്ന് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണിത്. 3 ചെറിയ ചിന്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, പ്രതീക്ഷയോടെ കാത്തിരുന്ന ബർത്തിമായി. പിതാവിൻ്റെ പേരിൽ മാത്രം അറിയപ്പെട്ട ബർത്തിമായി ഒരുപക്ഷെ കുരുടനായ മനുഷ്യന് വീടും നാടും എല്ലാം അന്യമായി. അതുകൊണ്ടാണ് വഴിയരികെ ഇരുന്ന് യാചിക്കുന്ന ഭിക്ഷക്കാരൻ എന്ന് വചനം പറയുന്നത്. എന്നാൽ അവൻ കുരുടനെങ്കിലും അവൻ്റെ ചുറ്റും നിൽക്കുന്ന സമൂഹം യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചും പറയുന്നത് കേട്ടറിഞ്ഞ ബർത്തിമായി യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. വലിയ പ്രതീക്ഷയോടെ അവൻ യേശുവിനെ വിളിച്ചു. യേശു അവന് നല്ല സാമീപ്യമായി. രണ്ടാമതായി, പ്രതീക്ഷയ്ക്ക് മങ്ങൽ ഏൽപ്പിക്കാത്ത യേശു. ബർത്തിമായുടെ നിലവിളിക്ക് മുമ്പിൽ നിന്ന യേശു അവനെ വിളിച്ചു. പ്രതീക്ഷയോടെ കാത്തിരുന്ന മശിഹ തന്നെ വിളിക്കുന്ന കേട്ട് എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി. അവൻ ആഗ്രഹിച്ചതുപോലെ അവന് കാഴ്ച നൽകി അവനെ സൗഖ്യമാക്കുന്ന യേശു. പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കാതെ കാഴ്ച നൽകിയ യേശുവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. മൂന്നാമതായി, യേശുവിൻ്റെ ശിഷ്യനായി മാറിയ ബർത്തിമായി. കർത്താവ് ബർത്തിമായിക്കായി നിൽക്കുകയും അവനെ കേൾക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. ധാർമ്മികമായ യേശുവിൻ്റെ സമീപനം അർത്ഥവത്തായ ശിഷ്യത്വത്തിലേക്ക് ബർത്തിമായിയെ മാറ്റുന്നു. യേശുവിൻ്റെ സാമീപ്യവും സമീപനവും സാമൂഹികമായും മാനസികമായും ശാരീരികമായും മതപരമായും ബലഹീനനായിരുന്ന ഒരുവൻ ശിഷ്യത്വത്തിൻ്റെ പുതിയ മാതൃക കാട്ടിത്തരുന്നു. അപ്രകാരം ഈ നോമ്പുകാലം യേശുവിൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ നല്ല ശിഷ്യരായി തീരുവാൻ നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നോമ്പിൻ്റെ ഈ നാളുകളിൽ കൂടി ഞങ്ങൾ കടന്നു പോകുമ്പോൾ രൂപാന്തരപ്പെട്ടുകൊണ്ട് അവിടുത്തെ ശിഷ്യരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.